ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ബോ വെച്ച് കൊടുക്കാറില്ല. അത് ഇതേപോലെ പെർഫെക്റ്റായിട്ട് സ്റ്റിഫായിട്ട് നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അതിലേക്കായിട്ട് ഞാൻ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചീത്ത വശത്തായിട്ട് ഞാൻ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഈക്വൽ അളവിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ 4 സൈഡ് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞാൻ എന്നിട്ട് എക്സിസ്റ്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. സാറ്റിൻ്റെ ക്ലോത്ത് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ മിഡിലായിട്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. എന്നിട്ട് ഇതൊന്ന് നിവർത്തി ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ 2 സൈഡ് ഈക്വൽ ആണോ എന്നൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള ആ 2 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി നമ്മുടെ ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വശം ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞ് അത് പുറത്തേക്ക് വരും. എന്നിട്ട് ഞാനിതൊന്ന് ഇതിൻ്റെ കോർണറൊക്കെ കത്രികയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തിയൊന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കുത്തിയെടുക്കുമ്പം കീറിപ്പോകാതെ നോക്കണം. എന്നിട്ട് ഞാൻ ഈ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പം പ്രസ് ബട്ടൺ വെക്കുമ്പോഴത്തേനും അത് പ്രസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വെച്ച് കൊടുക്കണം. ഞാനിപ്പം ഇതേപോലത്തെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഇത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഞൊറിവ് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞൊറിവ് പിടിക്കുമ്പോൾ നമ്മുടെ ബോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു കസ്റ്റമറും ഒരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല, ബോ പെർഫെക്റ്റ് ആയില്ല, മോശമായി പോയി എന്ന് ഒരൊറ്റ കസ്റ്റമറും കംപ്ലൈൻറ്റ് പറയില്ല കേട്ടോ. ഇതേപോലെ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം ഇതുപോലെയാണ്, പക്ഷേ സ്റ്റിഫ്നെറ്റിന് പകരം കോട്ടൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പീസ്. അത് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഗം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇതിങ്ങനെ ഗം ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പോർഷൻ അത്ര ഒരു നീറ്റ് ഫിനിഷിങ് കിട്ടില്ല. അപ്പം ഇതേപോലെ ഗം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിൽ പ്രസ് ബട്ടണും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.